Hello, guys, welcome back to my YouTube channel and welcome back to another beautiful vlog. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒക്കെ വീക്ക്ലി വ്ളോഗ്സ് ആയിരുന്നു. സോ ഐ റിയലി ഹോപ്പ് യു വിൽ എൻജോയ് വാച്ചിങ് ദിസ് വ്ളോഗ്. ആൻഡ് നിങ്ങൾ കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. കുറേ പേര് ഇതിനകത്ത് റിയൽ വോയിസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്, വോയിസ് ഓവർ വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ കുറേ ലാഗ് ആവും എന്നുള്ളത് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. പക്ഷേ അതും കണക്കിലെടുത്ത് നമുക്ക് വോയിസ് ഓവർ അല്ലാത്തൊരു വ്ളോഗ് ചെയ്യാം. സോ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ആൻഡ് കളർ തീം പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് ആണ്. അപ്പോൾ അമാനിഫൈഡിലെ നമ്മുടെ മോളുടെ ബർത്ത്ഡേ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത് അവരാണ് ഈ ഒരു ഡ്രസ്സ് കൊച്ചു ബേബിക്ക് ഗിഫ്റ്റ് ചെയ്തത് ക്രിസ്മസിന്. അപ്പം ഞാൻ അത് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു സാന്റ ഹാറ്റുമായിട്ട് സ്കൂളിലേക്ക് വിടണം വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊച്ചു ബേബിക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് ഇതാ പോകുന്നത്. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഹൗ മച്ച് ഐ ലവ് വാച്ചിങ് കൊറിയൻ വ്ളോഗ്സ് എന്നുള്ളത്. സോ കൊറിയൻ വ്ളോഗ്സ് മാത്രമല്ല കേട്ടോ, കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സും എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് പ്യുവർ ഒറിജിൻ, കൊറിയാസ് ബെസ്റ്റ് സ്കിൻ കെയർ അറ്റ് മോസ്റ്റ് അഫോർഡബിൾ പ്രൈസ്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് വാഷ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യുന്നു, അതുപോലെ ഡൾനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്യുന്നു. ഇതെല്ലാ സ്കിന്നിനും സൂട്ടബിളും ആണ്. ഇനി വരുന്നതാണ് കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സിറം. ദിസ് ഇസ് മെയ്ഡ് വിത്ത് 20x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി ആൻഡ് യൂസു ലെമൺ. ഇത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫേഡ് ചെയ്യുന്നു, നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കിയിട്ട് ഗ്ലോയിനെ ബൂസ്റ്റ് ചെയ്യുന്നു. അതേപോലെ എടുത്തു പറയുന്നത് ഇതൊരു നോൺ സ്റ്റിക്കി ഫോമുല ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബും ആവും, വളരെ ലൈറ്റ് വെയിറ്റും ആണ്. ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ യു വിൽ സ്റ്റാർട്ട് സീയിങ് ദ ഡിഫറൻസ് ഇൻ ജസ്റ്റ് 3 days. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സിറം ക്രീം ആണ്. ഇതിൽ 10x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി സിറവും യൂസു ലെമണും ആണുള്ളത്. ഇതും കോമ്പാക്ട് ചെയ്യുന്നത് സ്പോട്ട്സും ഡൾനെസ്സും ഒക്കെ ആയിട്ടാണ്. അതുപോലെ ഒരു ചിപ്പ് ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരിക്കലും ഉണ്ടാവില്ല ബിക്കോസ് ഓഫ് ദിസ് നോട്ട് ഓയിലി ഫോമുല. അതേപോലെ നമ്മുടെ സ്കിന്നിന് ഒരു മാറ്റ് ഫിനിഷ് ലുക്കും കിട്ടും. ഒരു ഡേ ടൈം യൂസ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഓൾസോ ഈവൻസ് ഔട്ട് ദ സ്കിൻ ടോൺ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് കംസ് വിത്ത് SPF, അതായത് UV ഷീൽഡും ആണ് നമ്മുടെ സ്കിന്നിന് സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റും ചെയ്യുന്നത്. അടുത്തതാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സ്റ്റെപ്പ്, കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ലൈറ്റ് ജെൽ സൺസ്ക്രീൻ വിത്ത് SPF 50 PA++++. ഇതൊട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് നമുക്ക് തരുന്നില്ല, അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു CTMP കോംബോ ജസ്റ്റ് ₹815 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ട്രസ്റ്റ് മീ, ഒരു 3 days നിങ്ങൾക്ക് വിസിബിൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സിറമിൻ്റെ ഒരു 30 ml ബോട്ടിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ₹400 സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൊറിയൻ സ്കിൻ ഒബ്സഷനാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്, ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് കേട്ടോ. സോ ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ഇറ്റ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ഇറ്റ് ഔട്ട്. സോ നിങ്ങൾ കഴിഞ്ഞ വീക്ക്ലി വ്ളോഗിൽ കണ്ടിരുന്നല്ലോ, ആശമ്മ നാട്ടിലേക്ക് പോയി. അപ്പോൾ ആശമ്മ പോയിരിക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് ശാലു ചേച്ചിയാണ്. അപ്പോൾ ശാലു ചേച്ചി ഫുൾ വീട് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡോഗ്സൊക്കെ ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു പുറത്ത്. അതായത് മോളെ വിളിക്കാൻ വരുന്ന ടൈം വരെ ഞാൻ ഡോഗ്സുമായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 12:30 ആയപ്പോഴത്തേക്ക് ഞാൻ മോളെ പോയി വിളിച്ചു. ആൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടിരിക്കുവാണ് കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് സോങ്സ് ഒക്കെ പാടാനൊക്കെ പഠിച്ചു വെച്ചേക്കുവാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അവിടുത്തെ ഡെക്കറൊക്കെ എനിക്ക് അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. എന്താ ബിഗ് ഗേളായിപ്പോയി, തനിയൊക്കെയാണ് ഇപ്പോൾ നടന്ന് വീട്ടിലേക്ക് പോകുന്നത്. കൈയൊക്കെ വീശി നടക്കുന്നുണ്ടോ. കൊച്ചു സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം ഓടിച്ചെല്ലുന്നത് പപ്പയുടെ അടുത്തോട്ടാണ് കേട്ടോ. പപ്പയെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി എല്ലാ ഡോഗ്സിൻ്റെ അടുത്തും ചെന്ന് വിശേഷമൊക്കെ ചോദിച്ച് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്. പിന്നെ 9:30 തൊട്ട് 12:30 വരെ കാണാതിരുന്നുള്ളൂ, പക്ഷെ ഭയങ്കര സ്നേഹം.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മോളെ ഒരു സോഫ്റ്റ് പ്ലേയുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം എന്നിങ്ങനെ വിചാരിച്ചു. ഞാൻ ഒരാളുടെ വീഡിയോ വഴിയാണ് കണ്ടത്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് തപ്പി നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയും അങ്ങനെ കണ്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ കൂടെ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കറിയാം മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മോള് കാണുന്ന ഒരു ഇതുണ്ട്, ഡയാന ആൻഡ് റോമ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കിഡ്സ് ഷോ കാണും. അവർ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സോഫ്റ്റ് പ്ലേ സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അപ്പം ആൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉള്ളിൽ അറിയായിരുന്നു ഷീ വിൽ എൻജോയ് ഇറ്റ് ഫോർ ഷുവർ. അതുകൊണ്ട് അവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ പെരിങ്ങമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ട്രിവാൻഡ്രത്ത്. അവർ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടുത്തെ റൂറൽ ഏരിയയിലെ കുട്ടികൾക്കുള്ള ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം പാസിനൊക്കെ വേണ്ടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി അത് നല്ല ദൂരമായിരുന്നു. എങ്കിലും ഐ വോണ്ടഡ് ടു വിസിറ്റ് ദ പ്ലേസ്. ഈ സ്ഥലത്തിൻ്റെ പേര് വണ്ടർ മേസ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കഫേയിൽ സ്റ്റോപ്പ് ചെയ്തു. ഇതും ഒരു അടിപൊളി കഫേ, കാരക്ക മണ്ഡപത്താണ് ഈ ഒരു കഫേ വരുന്നത് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ദഹി പൂരിയൊക്കെ കിട്ടും. അർജുൻ ചേട്ടൻ അനുവൊക്കെ ചിക്കനൊക്കെ കഴിച്ചു, ഞാൻ ദഹി പൂരിയാണ് കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ആ സ്ഥലം കേട്ടോ, വണ്ടർ മേസ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവരുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെ ഹാൻഡ് ആൻഡ് ലെഗ് കോർഡിനേഷൻ, മൂവ്മെൻറ്റ്, സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ക്ലൈംബിങ് ആക്ടിവിറ്റീസ്, അതുപോലെ എന്താ പറയുന്നത്, മറ്റേ ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട്. ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ മൂവ് ചെയ്ത് ബാക്കി ബോഡിക്ക് വർക്കൗട്ട് കിട്ടുന്ന പോലത്തെ ആക്ടിവിറ്റീസ്, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം കൊച്ചു ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മോളെക്കാട്ടിലും ഞാനാണ് എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് കുറേ അന്വേഷണം നടന്നിട്ട് കണ്ടുപിടിച്ചതിനൊരു സന്തോഷമാണ് എനിക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കോട്ടൺ ക്യാൻഡി കളർ തീമിലാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓണേഴ്സ് വന്നിട്ട് 2 പേരും ഡോക്ടേഴ്സാണ്. ഇത് വളരെ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്, നമുക്ക് ഫോട്ടോഷൂട്ടിനും ഒക്കെ അടിപൊളിയായിട്ടൊരു സ്ഥലമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. പ്രിൻറ്റിങ്, സ്റ്റാമ്പിങ്, അതേപോലെ ബ്ലോഗ്സ്, അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ VR ഗെയിംസ് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്പേസിൽ മാക്സിമം ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് വണ്ടർ മേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്ലേസ് എനിക്ക് തോന്നുന്നു ഇനോഗ്രേറ്റ് ആയിട്ട് ഒരു 2 to 3 വീക്സേ ആവുന്നുള്ളൂ എന്ന് തന്നെ തോന്നുന്നു കേട്ടോ. അപ്പം അവരങ്ങനെ ആഡ്സോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഭയങ്കര റഷൊന്നും ആയി തുടങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് സത്യമായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ, ഇത് ഒരുപാട് പേരിലെത്തണം. ഇൻ കേസ് സിറ്റിയിലുള്ളവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ പോലും അവിടുത്തെ ഉള്ള ആൾക്കാർ, അതായത് പെരിങ്ങമല, വള്ളിച്ചല, ആ ഏരിയയിലുള്ള ആൾക്കാർ അറിയണം ഇങ്ങനൊരു സ്ഥലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടൈം പോകുന്നതേ അറിയില്ല. കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവർ ചുമ്മാ ഈ TV, ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഇവിടെ വന്ന ഈ ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് ടൈം പോകുന്നതേ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഈ സ്ഥലം ബർത്ത്ഡേ പാർട്ടീസിന് കൊടുക്കും. അതും ഒരു ഉഗ്രൻ ഐഡിയ ആണ്. കാരണം കുട്ടികളുടെ ബർത്ത്ഡേയ്സ് നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുമ്പോഴേ അവരുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയൽ സ്പോട്ടാണ്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്തായാലും കൊച്ചു ബേബി ഹാഡ് എ ഗ്രേറ്റ് ടൈം അറ്റ് വണ്ടർ മേസ് ആൻഡ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി മോൾ എൻജോയ് ചെയ്യുന്നതും ചിരിക്കുന്നതും കണ്ട്. ഇപ്പം ഡെയിലി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും നമുക്ക് വണ്ടർ മേസിൽ പോകാം. ആക്ച്വലി ഞങ്ങളെ വീട്ടിൽ നിന്നുള്ള ദൂരം മാത്രമാണ് ഞങ്ങൾക്കൊരു ഡ്രോബാക്ക് ആയിട്ടുള്ളത്. കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ.
സോ അതെല്ലാം കഴിഞ്ഞ് കൊച്ചു ബേബിയെ ഹാപ്പി ആക്കിയിട്ട് ഞാൻ നേരെ നമ്മുടെ അമ്പലമുക്ക് ടി ആൻഡ് എ ബ്യൂട്ടി സ്റ്റുഡിയോയിലോട്ട് ഓടി. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ആസ് ഓൾവേസ് എൻ്റെ ഗ്രേ ഹെയർ കവർ ചെയ്യാനായിട്ട് ഞാനിവിടെ വന്നു. നിഷ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നിഷയെ കണ്ടപ്പോൾ എനിക്ക് ഹാപ്പി ആയോ കേട്ടോ. എനിക്ക് നിഷ ഉണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഗ്രേ ഹെയർസ് ഒക്കെ കവർ ചെയ്തു. കാരണം നമുക്ക് ക്രിസ്മസ് വരുന്നു, പാർട്ടി ഉണ്ടാവും, ഷൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെളുത്ത മുടി വെച്ച് സാന്റാക്ലോസ് പോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്വിക്ക്ലി ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. ആ ടൈമിൽ മോൾ അരുൺ ചേട്ടൻ്റെ കൂടെ ഭയങ്കര ബിസി സൈക്ലിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടൻ എവിടെയോ പുറത്ത് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പോയിട്ട് വരുന്നത് വരെ ഞാനൊന്ന് എൻസോയ്ക്കും ലൈക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ജസ്റ്റ് അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് അർജുൻ ചേട്ടൻ തിരിച്ചെത്തി. അർജുൻ ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് അങ്ങനെ പാർട്ടി ചെയ്യാം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അർജുൻ ചേട്ടൻ കുറേ പാർട്ടി മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ചേട്ടനും ഫ്രണ്ട്സും കൂടെ വന്ന് അങ്ങനെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഏരിയ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കൂടെ നിന്ന് നമ്മൾ ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായി കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. നമ്മൾ യൂഷ്വലി ന്യൂ ഇയർ മറ്റേ നവരാത്രി ടൈമൊക്കെയാണ് ഇങ്ങനെ ആഘോഷിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ക്രിസ്മസ് നമ്മൾ ഇത്രയും ഒരു ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഡാൻസ് ക്ലാസ്സൊക്കെ നല്ലോണം സെറ്റ് ചെയ്തെടുത്തു. ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടു. ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് അർജുൻ ചേട്ടനാണ് ബാക്കി ഡോഗ്സിനൊക്കെ ഫീഡ് ചെയ്തത്. നമ്മുടെ ബർഫി, നൈല, ഹാപ്പി, റാഡോ ഇവർക്കൊക്കെ അർജുൻ ചേട്ടനാണ് ഫീഡ് ചെയ്തത്. സോ ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. കുറേ നാൾക്ക് ശേഷം എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ആ ഒരു ടച്ച് അങ്ങ് വിട്ടുപോയി. ബട്ട് സ്റ്റിൽ സംഹൗ ഐ മാനേജ് ടു ഷൂട്ട് ദി എൻറ്റയർ ഡേ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു വ്ളോഗായിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.